ഹായ് മക്കളെ, 8ാം ക്ലാസ്സിലെ വേദം എന്ന കവിത, ആ വേദം എന്ന കവിതയുടെ പാഠസംഗ്രഹവും ചോദ്യോത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പരിശോധിച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. യൂണിറ്റ് 3 ചാപ്റ്റർ 3 വേദം എന്ന പാഠഭാഗം. ആമുഖം നോക്കുക. വിശപ്പ് മനുഷ്യൻ്റെ അടിസ്ഥാന വികാരമാണ്. അന്നത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മനുഷ്യൻ്റെ അതിജീവനം സാധ്യമാക്കിയത്. അപരൻ്റെ വേദന സ്വന്തം വേദനയായി തിരിച്ചറിഞ്ഞ് പട്ടിണിപ്പാവങ്ങൾക്ക് കഞ്ഞി വിളമ്പുന്ന നന്മയുടെ ആൾരൂപമായ ഒരമ്മ, ദിവസവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും ഒരു നേരം അതില്ലാതായപ്പോൾ പിണങ്ങുകയും പിന്നീട് തിരിച്ചറിവുണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കുട്ടി. ഇവരെക്കുറിച്ചുള്ള കവിതയാണ് യൂസഫ് അലി കേച്ചേരിയുടെ വേദം. സെറ്റാണല്ലോ. ഇനി പാഠസംഗ്രഹം. വൈദേശികാധിപത്യവും യുദ്ധക്കെടുതികളും കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളെയും പട്ടിണിയിലാഴ്ത്തിയിരുന്ന കാലം. ബ്രിട്ടീഷുകാരുടെ ഭരണവും യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ആകെ ദാരിദ്ര്യം നിറഞ്ഞാടിയിരുന്ന കാലം. ഉമ്മ വിളമ്പിയ ചോറിന് മുമ്പിൽ കുട്ടി വെറുതെ മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. ഉപ്പേരിയും കറിയും മീനും ഒന്നുമില്ല. പപ്പടാണെങ്കിൽ വട്ടത്തിലാണ് താനും. ചോറ് വിളമ്പിയ പാത്രത്തിൽ ചുവന്നുള്ളി കൊണ്ടുള്ള കുറച്ച് ചമ്മന്തി മാത്രമേ കറിയായിട്ടുള്ളൂ. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഉടൻ തന്നെ അവൻ പാത്രത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. അപ്പോൾ വടക്കിന് മുറ്റത്ത് ഒരാൾക്കൂട്ടം പട്ടിണിപ്പാവങ്ങളായ അയൽക്കാരായിരുന്നു അവിടെ കൂടിയിരുന്നത്. അവർക്കെല്ലാം ഉമ്മ കഞ്ഞി വിളമ്പുന്നു. കിണ്ണത്തിൽ 1 or 2 വറ്റു മാത്രമുള്ള കഞ്ഞിവെള്ളം വിശന്നു പൊരിഞ്ഞ് അവർ ആർത്തിയോടെ മോന്തി കുടിക്കുന്നു. അച്ഛനമ്മമാരും കുട്ടികളും പരസ്പരം തള്ളി മാറ്റുന്നതും കലമ്പുന്നതും അവൻ കണ്ടു. നമ്മൾ കവിതയിൽ കണ്ടു. കുറച്ചു പേര് കഞ്ഞി കുടിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പുതുതായി ചിലർ വന്നു ചേരുന്നു. സ്നേഹത്തോടെ ഓരോരുത്തർക്കും ഉമ്മ കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. അതിനിടയിൽ മകനെ ദൂരെ കണ്ട് അമ്മ അവൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തിരക്കായതുകൊണ്ട് മീൻകറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ കാണുന്ന പട്ടിണിക്കാർക്കെല്ലാം കഞ്ഞി വേണ്ടേ? ചമ്മന്തിയും ചോറും കഴിച്ച് ഇപ്പം നീ സ്കൂളിലേക്ക് പോയിക്കോ. 4 മണിക്ക് നീ വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം? അയലക്കറി ഉണ്ടാക്കി വെക്കാം. ഇത്രയും പറഞ്ഞ് ഉമ്മ കഞ്ഞി വിളമ്പി കൊടുക്കാൻ പോയി. അതോടെ അവൻ്റെ മനസ്സിലെ ദേഷ്യവും വിഷമവും എല്ലാം വെന്തെരിഞ്ഞു. ചോറുണ്ണാതെ മറ്റുള്ളവർക്ക് കഞ്ഞി വിളമ്പുന്ന ഉമ്മയെ കണ്ടപ്പോൾ അവന് തെറ്റു മനസ്സിലായി. അവൻ ഒട്ടും വൈകിയില്ല. അവൻ തൻ്റെ ചോറുമായി ഉമ്മയുടെ പിന്നിൽ പതുങ്ങിയെത്തി. ഉമ്മ, എൻ്റെ ചോറും ഈ കഞ്ഞിവെള്ളത്തിലിട്ട് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ അവനെ മാറോട് ചേർത്ത് പിടിച്ച് വിതുമ്പി. ഏതറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്? ആ വേദം വിശപ്പാണെന്നറിഞ്ഞാൽ വിശന്നിരിക്കുന്നവരിൽ ഈശ്വരനെ കാണാൻ നിനക്ക് സാധിക്കും. എല്ലാ ജ്ഞാനവും അടങ്ങിയിരിക്കുന്ന വേദം അറിഞ്ഞാൽ മറ്റെല്ലാം അറിഞ്ഞു എന്നാണ് പറയുന്നത്. ഉമ്മയുടെ വേദം വിശപ്പാണ്. മഹത് ഗ്രന്ഥങ്ങളിലുള്ള അറിവിനേക്കാൾ പ്രധാനമാണ് മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഉമ്മയുടെ ദർശനം. അന്യൻ്റെ വിശപ്പറിയാതെ അവനവൻ്റെ സൗഭാഗ്യങ്ങളുടെ മൂല്യങ്ങൾ അറിയാതെ ജീവിതം പാഴാക്കുന്ന മനുഷ്യർക്കുള്ള മറുപടിയും വെളിച്ചവുമാണ് യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന ഈ കവിത. സെറ്റാണല്ലോ. ഓക്കെ, ഇനി ആദ്യ ചോദ്യത്തിലേക്ക് വരാം. ഉമ്മ വിളമ്പിയ ചോറിന് മുമ്പിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. മുഖം കറുപ്പിക്കുക എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്ത്? ഉമ്മ വിളമ്പിയ ചോറിന് മുമ്പിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. മുഖം കറുപ്പിക്കുക എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്താണ്? മുഖം കറുപ്പിക്കുക എന്നത് കുട്ടിയുടെ പ്രതിഷേധത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. പഷ്ണിക്കഞ്ഞി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? പഷ്ണിക്കഞ്ഞി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? പഷ്ണി പട്ടിണിയെയും കഞ്ഞി ദാരിദ്ര്യത്തെയും കുറിക്കുന്നു. ദരിദ്രരായ അയൽക്കാരുടെ പട്ടിണിയും വിശപ്പും മാറ്റുന്നതിനാലാണ് പഷ്ണിക്കഞ്ഞി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. വറ്റുകൾ കുറഞ്ഞതിനാൽ കഞ്ഞിയും പഷ്ണിയിലാണ്. നോക്കുക, പഷ്ണി പട്ടിണിയെയും കഞ്ഞി ദാരിദ്ര്യത്തെയും കുറിക്കുന്നു. ദരിദ്രരായ അയൽക്കാരുടെ പട്ടിണിയും വിശപ്പും മാറ്റുന്നതിനാലാണ് പഷ്ണിക്കഞ്ഞി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. വറ്റുകൾ കുറഞ്ഞതിനാൽ കഞ്ഞിയും പഷ്ണിയിലാണ് എന്ന സൂചന കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രയോഗത്തിലുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ തീവ്രത കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? ദാരിദ്ര്യത്തിൻ്റെ തീവ്രത കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? വിശപ്പിൻ്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവെക്കുവാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല. ആഹാരത്തിനായി പരസ്പരം കലഹിക്കുന്ന മക്കളുടെയും അച്ഛനമ്മമാരുടെയും ചിത്രം ദാരിദ്ര്യത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. കൂനിയിരുന്ന് കഞ്ഞി വിളമ്പുന്ന അമ്മയുടെയും കഞ്ഞിക്കായി തിരക്ക് കൂട്ടുന്ന ആൾക്കാരുടെയും ചിത്രം ഒരു ചിത്രത്തിലെന്ന പോലെ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നു. വിശപ്പിൻ്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവെക്കാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല.
ആഹാരത്തിനായി പരസ്പരം കലഹിക്കുന്ന മക്കളുടെയും അച്ഛനമ്മമാരുടെയും ചിത്രം ദാരിദ്ര്യത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. കൂനിയിരുന്ന് കഞ്ഞി വിളമ്പുന്ന അമ്മയുടെയും കഞ്ഞിക്കായി തിരക്ക് കൂട്ടുന്ന ആൾക്കാരുടെയും ചിത്രം ഒരു ചിത്രത്തിലെന്ന പോലെ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നു. നോക്കുക, ഉണ്ണാവ്രതവുമായി അന്യരെ ഊട്ടുന്ന എന്നുമ്മതൻ യജ്ഞം കണ്ടു നിൽക്കേ. യജ്ഞം എന്ന പദത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ഉണ്ണാവ്രതവുമായി അന്യരെ ഊട്ടുന്ന എന്നുമ്മതൻ യജ്ഞം കണ്ടു നിൽക്കുക. ഉമ്മയുടെ പ്രവൃത്തിയെ യജ്ഞം എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ദൈവ പ്രീതിക്കായി നടത്തുന്ന ഹോമമാണ് യജ്ഞം. ദൈവ പ്രീതിക്കായി നടത്തുന്ന ഹോമമാണ് യജ്ഞം. ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാനാണ് യജ്ഞം അനുഷ്ഠിക്കുന്നത്. ഉമ്മയുടെ യജ്ഞം ദൈവ പ്രീതിക്കല്ല, പട്ടിണിക്കാരായ മനുഷ്യരെയാണ് അമ്മ സേവിക്കുന്നത്. സൽപ്രവർത്തികളാണ് യഥാർത്ഥ ഈശ്വര പൂജ എന്ന സൂചന നൽകാൻ യജ്ഞം എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു. ദൈവ പ്രീതിക്കായി നടത്തുന്ന ഹോമമാണ് യജ്ഞം. ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാനാണ് യജ്ഞം അനുഷ്ഠിക്കുന്നത്. ഉമ്മയുടെ യജ്ഞം ദൈവപ്രീതിക്കല്ല, പട്ടിണിക്കാരായ മനുഷ്യരെയാണ് അമ്മ സേവിക്കുന്നത്. സൽപ്രവർത്തികളാണ് യഥാർത്ഥ ഈശ്വര പൂജ എന്ന സൂചന നൽകാൻ യജ്ഞം എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു. സെറ്റാണല്ലോ? ഓക്കെ. അമ്മയുടെ പ്രവൃത്തി കുട്ടിയിലുണ്ടാക്കുന്ന മാറ്റം എന്താണ്? അമ്മയുടെ പ്രവൃത്തി കുട്ടിയിലുണ്ടാക്കുന്ന മാറ്റം എന്താണ്? എന്ത് മാറ്റാണ് അമ്മയുടെ പ്രവൃത്തി കുട്ടിയിലുണ്ടാക്കുന്നത്? കൊടിയ പട്ടിണിയിൽ വലയുന്നവരെ കുറിച്ച് കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്നു. തൻ്റെ ആഹാരം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുന്നു. സ്വന്തം പ്രവൃത്തികൾ സൽപ്രവർത്തികൾ കൊണ്ട് തിരുത്താമെന്നും കുട്ടി മനസ്സിലാക്കുന്നു. അന്യർക്ക് ഭക്ഷണം നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്മയുടെ പ്രവൃത്തിയിൽ കുട്ടി അഭിമാനം കൊള്ളുന്നു. കൊടിയ പട്ടിണിയിൽ വലയുന്നവരെ കുറിച്ച് കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്നു. തൻ്റെ ആഹാരം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുന്നു. സ്വന്തം പ്രവൃത്തികൾ സൽപ്രവർത്തികൾ കൊണ്ട് തിരുത്താമെന്നും കുട്ടി മനസ്സിലാക്കുന്നു. അന്യർക്ക് ഭക്ഷണം നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അമ്മയുടെ പ്രവൃത്തിയിൽ കുട്ടി അഭിമാനം കൊള്ളുന്നു. ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമാ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. ഈ വരികളിലെ ആശയം വിശദമാക്കുക. വേദമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വിശപ്പിനെ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ അറിവെന്ന് അമ്മ തിരിച്ചറിയുന്നു. പരോപകാരപ്രദമായ ജീവിതം നയിക്കലാണ് പ്രധാനമെന്ന് അമ്മ കരുതുന്നു. പാവപ്പെട്ടവരിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന വേദം അമ്മ മകന് നൽകുന്നു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ. ഈ അറിവ് ലോകത്തിനുണ്ടായാൽ ദാരിദ്ര്യവും ദുഃഖവും സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. സെറ്റാണല്ലോ? ഓക്കെ. അപ്പം നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിക്കോളാം. മക്കൾ മറക്കാതെ മക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.